അങ്ങനെ യാതൊരു ഉറപ്പും കൊടുത്തായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണം സീറ്റ് ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. പഞ്ചായത്ത് കഴിഞ്ഞിട്ട് വേണ്ട അസംബ്ലി വരാൻ. മുന്നണി വിട്ടവരൊക്കെ തിരിച്ചു വരണമെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. UDF വിട്ടുപോയ എല്ലാ കക്ഷികളും തിരിച്ചു വരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് തുടക്കം തൊട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പോൾ അസംബ്ലി ഇലക്ഷനിലെ മുന്നണി വികസനം എന്നുള്ളത് നേരത്തെ നടക്കേണ്ടതാണ്. നടക്കുകയാണെങ്കിൽ അതിന് പഞ്ചായത്ത് ഇലക്ഷൻ ഒരു പ്രധാന ഘടകമാണ്. കാരണം ഇത് പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷനല്ലേ. അപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷന് അവർക്ക് മെച്ചമുണ്ടാവണം. പാർട്ടി പ്രവർത്തകർക്ക് മെച്ചമുണ്ടാവണമെങ്കിൽ മുന്നണി വിപുലീകരണം അതിനു മുമ്പ് നടക്കണം. അപ്പോൾ പിന്നെ മുന്നണി വിപുലീകരണം എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണം, പാർട്ടിക്കകത്തൊരു ചർച്ചയുണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞ് ഉചിതമായിട്ടുള്ള തീരുമാനം മുന്നണി നേതൃത്വം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ അതങ്ങനെ പറഞ്ഞിട്ടല്ലല്ലോ ചർച്ച നടത്തുക. മുന്നണി വിപുലീകരണം പത്രസമ്മേളനത്തിൽ ഞങ്ങൾ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വല്ല ഭദ്രതയോ തെളിയിക്കലുണ്ടോ? അതൊന്നുമില്ലല്ലോ. തുടങ്ങേണ്ട സമയത്ത് തുടങ്ങിക്കാണും. അല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്.